ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരങ്ങളെ കുറിച്ചാണ്. അതിൽ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിട്ട് വെയിറ്റഡ് ആയിട്ടുള്ള മത്സരം നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി ആണ്. അതെ, റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ ബെർണബോയിൽ വെച്ച് നടക്കാൻ പോകുന്ന മത്സരത്തിൽ എന്തായിരിക്കും കളിയുടെ റിസൾട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റിക്കാണ് കൂടുതൽ ചാൻസ്. എന്താണ് ഈ റയൽ മാഡ്രിഡിന് സ്റ്റാർട്ടിംഗ് ലെവൽ ഇഞ്ചുറി ലിസ്റ്റ് കൊണ്ടുവരുന്ന സ്റ്റാർട്ടിംഗ് ലെവൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാബി അലോൺസ് ആയിട്ടുള്ള റയൽ മാഡ്രിഡിന്റെ ഒരു നല്ല രീതിക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ലിവർപൂളിലെ സാൾട്ടും അതേപോലെ ഇപ്പോ സ്ലോട്ട് അതേപോലെ തന്നെ നമ്മുടെ സാലി തമ്മിലുള്ള പ്രശ്നങ്ങളും കാരണം അത് അവിടെ നീറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിനീഷ്യസും അതേപോലെ റോഡ്രിയും അതേപോലെ സാബി അലോൺസ് ഒക്കെ ആയിട്ടുള്ള ഉള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ക്ലബില് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ വിജയത്തിൽ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പൊ എന്തായാലും നാളത്തെ കളിയിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഫൈറ്റ് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് ആണ്, അവിടെ റയൽ മാഡ്രിഡ് നിസാരക്കാരല്ല. അപ്പൊ എന്തായിരിക്കും നാളത്തെ റിസൾട്ട്? നാളത്തെ റിസൾട്ട് പറയാനായിട്ടില്ല, കാരണം രണ്ട് ടീമും നല്ല ഫോമിലുണ്ട്. റയൽ മാഡ്രിഡിന്റെ ആകുള്ള ഒരു റയൽ മാഡ്രിഡ് ഫോമിൽ എന്ന് പറഞ്ഞാല് ചാമ്പ്യൻസ് ലീഗ് നല്ല ഫോമിലാണ് കളിച്ചത്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ അവരുടെ ഇഞ്ചറി ലിസ്റ്റ് ആണ്. ഇഞ്ചറി ലിസ്റ്റ് ഒരുപാട് പേര് ഇഞ്ചറി ആണ്. അപ്പോ ആകെ ഡിഫൻസ് പ്രോപ്പർ ആയിട്ടില്ല. പിന്നെ കുറെ റെഡ് കാർഡ് കിട്ടി ലാസ്റ്റ് കളിയില്. അത് ലാലിഗിലാണ്, ചാമ്പ്യൻസ് ലീഗിൽ അത് ബാധകമല്ല, അത് കാരണം പ്രശ്നമല്ല. പിന്നെ നടക്കാൻ പോകുന്ന സിറ്റി ചാമ്പ്യൻസ് ലീഗിൽ ഭയങ്കര മോശമാണെങ്കിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നല്ല മിന്നു ഫോമിൽ. ചാമ്പ്യൻസ് ലീഗ് മോശം എന്ന് പറയാനില്ല, അവര് ഉണ്ട് 10ാം സ്ഥാനത്തിന്റെ ആ സമയത്തുണ്ട്. ഇനിയിപ്പോ 2-3 മത്സരങ്ങളുണ്ട്, അവർ 3 മത്സരങ്ങൾ നേടി 8ാം സ്ഥാനത്തിലുള്ള എന്തായാലും വരുന്നുള്ള കാര്യമാണ്. അപ്പൊ നാളത്തെ മത്സരം റയൽ മാഡ്രിഡിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ഭയങ്കര നിർണായകമാണ്. അടുത്ത മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ആഴ്സണൽ വേഴ്സസ് ക്ലബ്ബർഗ്. ഉറപ്പാണോ? ക്ലബ്ബർഗിന്റെ ഹോം ഗ്രൗണ്ട് വെച്ച് നടക്കാൻ പോകുന്ന മത്സരം. ആഴ്സണലിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടിരിക്കണം. ആരോട് കൂടിയിട്ട്? ആരാണ്? നമ്മുടെ എമി മാർട്ടിനസിന്റെ ടീമിനോട് കൂടി പരാജയപ്പെട്ടിരിക്കുക. അസമിലോട് കൂടി 2-1 അവസാന മിനിറ്റിൽ ഗോൾ അടിച്ചിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ബെൻഫിക്ക നെപ്പോളി മത്സരമുണ്ട്. അത് ചിലപ്പോൾ നെപ്പോളി തൂക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലെവർകൂസനും ന്യൂകാസിലും വേണ്ടിയിട്ട് അത് നല്ലൊരു മത്സരമായിരിക്കും. ലെവർകൂസനും അതേപോലെ തന്നെ അത്ലറ്റിക്കോ ക്ലബും PSG തമ്മിലുള്ള മത്സരമുണ്ട്. അത്ലറ്റിക് ക്ലബിന്റെ ഗ്രൗണ്ടിൽ വെച്ചാൽ അത് ഏകദേശം എനിക്ക് തോന്നുന്നു നല്ല ലീഡില് PSG ജയിക്കാനുള്ള ചാൻസ്. എന്താ പറഞ്ഞാല് അത്ലറ്റിക്കോ ക്ലബ്ബ് ഈ സീസണിൽ വലിയ പെർഫോമൻസ് ഒന്നും അങ്ങോട്ട് ഇത് ചെയ്തിട്ടില്ല. അതെ, പിന്നെ വില്ലാറയിലും കോപ്പഹാഗും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കരബാഗും FKയും അജാക്സും തമ്മിലുള്ള മത്സരമുണ്ട്. അത് ചിലപ്പോ എനിക്ക് തോന്നുന്നു അജാക്സ് എന്ന് പറഞ്ഞൊരു ടീം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവര് സെമിഫൈനലിലേക്ക് എത്തിയ ചാമ്പ്യൻസ് ലീഗിൽ. അതേപോലെ തന്നെ ഇപ്പൊ ഇത് ഒരു കളി പോലും ജയിച്ചിട്ടില്ല അവര് ഈ സീസണിൽ. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവര് കുറെ പുതിയ പ്ലേയേഴ്സിനെ ഫ്രാങ്കി ഡിയോൺ മുതൽ ഒരുപാട് പ്ലേയേഴ്സിനെ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്താണ്. ഇപ്പൊ ബൊറൂസിയ ഡോർട്ട്മണ്ട് പോലെയൊക്കെ ഒരു ക്ലബ്ബാണ്. പ്ലേയേഴ്സിന് ചെറിയ വിലക്ക് സൈൻ ചെയ്യുക, അതെ, അങ്ങനെ നമ്മുടെ ഡംബലേക്ക് വന്ന പോലെ നല്ല ഹയർ പേസിന് സെൽ ഔട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതൊന്നും ഇപ്പൊ കാണുന്നില്ല. ഭയങ്കരമായിട്ട് അവിടെ ആ ഒരു ക്ലബിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി ആഴമായിട്ട് അന്വേഷിക്കേണ്ടി വരും. അത് അല്ലേ, അടുത്ത വീഡിയോ നമുക്ക് അജാക്സിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടാലോ? അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ മത്സരങ്ങളിൽ. അപ്പോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ. അതിനു മുമ്പ് നമുക്കൊരു ടേബിൾ കണ്ടാലോ? ഏത് ടേബിളാണ്? ചാമ്പ്യൻസ് ലീഗിന്റെ. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള ടേബിൾ നോക്കി കഴിഞ്ഞാൽ ആഴ്സണലാണ് 5 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 15 പോയിന്റുമായിട്ട് 1ാം സ്ഥാനത്തുള്ളത്. 14 ഗോളുകൾ അടിച്ചപ്പോൾ 1 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളതാണ്. 5 വിജയമാണ് അവർ. 5-5 നേടിയിരിക്കുകയാണ്. അത് ഒരു ക്ലബ്ബ് 5-5 വിജയം നേടിയ ഒരൊറ്റ ക്ലബ്ബുള്ള ആഴ്സണൽ മാത്രമാണ്. ബയൺ മ്യൂണിക്ക് നോക്കുകയാണെങ്കിൽ 6 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 1 തോൽവി അടക്കം 15 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുള്ളത്. 18 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. അതേപോലെ അറ്റ്ലാന്റയാണ് 3ാം സ്ഥാനത്തുള്ളത്. അതൊരു ഭയങ്കര വരവാട്ടോ അറ്റ്ലാന്റയുടെ. അറ്റ്ലാന്റ് നോക്കി കഴിഞ്ഞാൽ 6 മത്സരങ്ങളിൽ നിന്ന് 4 വിജയവും 1 സമനിലയും 1 തോൽവി അടക്കം 13 പോയിന്റുമായിട്ട് 8 ഗോൾ അടിച്ചപ്പോൾ 6 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഒരു ഗോൾ അടിക്കാന് മിടുക്കരല്ലെങ്കിലും വഴങ്ങാനും ഉണ്ട്. അതേപോലുള്ള അവസരം PSG ആണ് 4ാം സ്ഥാനത്തുള്ള. 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 4 വിജയവും 1 തോൽവി അടക്കം 12 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്തുള്ളത്. ഇന്റർ മിലാനാണ് 5ാം സ്ഥാനത്തുള്ളത്. 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 വിജയവും 2 തോൽവി അടക്കം 12 പോയിന്റുമായിട്ട്. അടുത്ത് 6ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡാണ്. 5 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായിട്ട് 12 ഗോളുകൾ അടിച്ചപ്പോൾ അവർ 5 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളൂ. അത്ലറ്റിക്കോ മഡ്രിഡാണ് 7ാം സ്ഥാനത്തുള്ളത്. 6 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായിട്ട്. ലിവർപൂൾ 8ാം സ്ഥാനത്തുണ്ട്. 6 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായിട്ട്. ടോട്ടൻഹാം ഹോട്ട്സ്പർ ഉണ്ട് 6 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായിട്ട്. ഡോർട്ട്മണ്ട് ഉണ്ട് 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായിട്ട്. ചെൽസി 6 മത്സരങ്ങളിൽ 10 പോയിന്റുമായിട്ട് 11ാം സ്ഥാനത്തുണ്ട്. 12ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റി 5 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായിട്ടുണ്ട്. സ്പോർട്ടിംഗ് CP 13 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 6 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 11ാം സ്ഥാനത്ത് 10 പോയിന്റുമായിട്ടുണ്ട്. അതേപോലെ തന്നെ 14ാം സ്ഥാനത്താണ് ബാഴ്സലോണ കിടക്കുന്നത്. ബാഴ്സലോണ 6 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണ്. 14 ഗോൾ അടിച്ചപ്പോൾ 11 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ഗോളുകൾ ഒരുപാട് വഴങ്ങിയ ടീമാണ്. ഡോർട്ട്മണ്ടും
അതേപോലെ അത്ലറ്റിക്കോ ക്ലബ്ബും ബാഴ്സലോണയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയിട്ടുള്ളത്. അതിനുശേഷം 15 സ്ഥാനത്ത് നോക്കാൻ ന്യൂകാസിൽ യുണൈറ്റഡ് 5 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റ് വേണം. അപ്പൊ നാളത്തെ മത്സരം കൂടി കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ ഇനി ആരൊക്കെ മുകളിലോട്ട് പോകും, ആരൊക്കെ താഴെ വരുന്നത്. എന്തായാലും കുറച്ച് ടീമുകൾ മുകളിലോട്ട് പോകും, കുറച്ച് ടീമുകൾ താഴെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പൊ നാളത്തെ മത്സരങ്ങളിൽ ആരൊക്കെ ജയിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫേവറേറ്റ് ടീമുകളെ കുറിച്ച് സ്കോർ പ്രൊഡക്ഷൻ ചെയ്യുക. ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല ഞങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളായി ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.